കാൽനട യാത്ര പോലും ദുസ്സഹമായതിനെ തുടർന്ന് ദുരിതത്തിലായിരിക്കുകയാണ് ഗുരുവായൂർ നഗരസഭയുടെ 8-ാം വാർഡിലെ 19 കുടുംബങ്ങൾ. റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നാണ് ഇവരുടെ പരാതി. ഒരു വർഷം മുൻപ് നാട്ടുകാർ നഗരസഭയ്ക്ക് റോഡ് വിട്ടു നൽകിയെങ്കിലും ടാറിംഗ് നടപടികൾ എങ്ങും എത്തിയില്ല. ഇതിനു പുറമെ 6 മാസം മുൻപ് അമൃത് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിടുന്നതിനായി റോഡ് വെട്ടിപ്പൊളിച്ചത് സ്ഥിതി കൂടുതൽ വഷളാക്കി. ഇപ്പോൾ റോഡിൽ ചെളി നിറഞ്ഞ് നടക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. ഇതുമൂലം ടാക്സി വാഹനങ്ങൾ ഈ ഭാഗത്തേക്ക് ഓട്ടം വരാൻ മടിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും സാധിക്കാത്ത സ്ഥിതിയാണ്. കുറച്ച് കാലങ്ങളായി ഇത് ഇങ്ങനെ തന്നെയാണ്. നിരന്തരം പരാതികൾ ഞങ്ങൾ അധികൃതരെ ബോധിപ്പിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ളതാണ്. അവസാനം ഒരു രേഖാമൂലം പരാതി ഇപ്പൊ ഞാൻ സെക്രട്ടറിക്ക് എഴുതി കൊടുത്ത് അതിന്റെ സർട്ടിഫിക്കറ്റ് കോപ്പി നമുക്ക് കിട്ടിയിട്ടുണ്ട്, അവിടെ കിട്ടി ബോധിച്ചെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പോലും ഇതിന് കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുന്നതിനോ കിടപ്പ് രോഗികളെ ആസ്പത്രിയിൽ കൊണ്ടുപോകുന്നതിന് പോലും ഞങ്ങൾ ബുദ്ധിമുട്ടാണ്. ഒരു 10-19 വീട്ടുകാർ ഞങ്ങൾ ഇവിടെ ഈ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. ഒന്ന് നടക്കാനോ ഒരു കടിനായക്കൾ കടിക്കാൻ വന്നാൽ ഓടിപ്പോകാൻ പോലും ഞങ്ങൾക്ക് രക്ഷയില്ല. കടി കൊള്ളുക മാത്രമാണ് ഞങ്ങൾക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് എത്രയും വേഗം ഈ വഴിക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി തരാൻ, അല്ലെങ്കിൽ തൽക്കാലം ഒരു നടക്കാനുള്ള സഞ്ചാരയോഗ്യമാക്കി തരാനെങ്കിലും ഒരു കാഴ്ചപ്പാട് അധികൃതർക്ക് ഉണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാനും ബുദ്ധിമുട്ടാണ്. റോഡിലൂടെ നടക്കാൻ കഴിയുന്ന തരത്തിലെങ്കിലും അറ്റകുറ്റപ്പണി നടത്തണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് പലതവണ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ വ്യക്തമാക്കുന്നു. ഇക്കാര്യം നിരവധി തവണ നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അനങ്ങാപ്പാറ നയമാണ് അധികൃതർ സ്വീകരിക്കുന്നതെന്ന് വാർഡ് കൗൺസിലർ ജോയ് ചെറിയാൻ കുറ്റപ്പെടുത്തി. TCV ഗുരുവായൂർ.